4 പേരെയും വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാ വാടാ. റെഡ് മെയിലും ഫീമെയിലും ആണേ. നിങ്ങൾ നോക്കി ആരാ വലുതെന്ന്? മെയില. രണ്ടിലും ഇത് കണ്ടോ, റെഡ് മെയില് ഫീമെയില് നോക്കുമ്പോൾ അതിനകത്ത് മെയില് കണ്ടോ നല്ല വ്യത്യാസമുണ്ട്. ഇവനേക്കാൾ ഒരു 100 ഗ്രാം ഇവക്ക് കൂടുതലുണ്ട്. ഇതുണ്ടോ, മെയില് കണ്ടോ കുഞ്ഞായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബ്ലാക്ക്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൽ ആരാ മെയില് ഫീമെയില് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും. ഇത് കണ്ടോ, മെയില് കുഞ്ഞായിട്ടിരിക്കുന്നത്. റെഡും ബ്ലാക്കിലും ഈ മെയിൽസ് ആണ് ചെറുതായി വന്നേക്കുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവരുടെ രുക്കുവിന്റെയും കിച്ചുവിന്റെയും കൂടെ പിള്ളേരായോണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ കാണുമ്പോൾ കിച്ചു നല്ല വലിപ്പമുള്ള ആളാണ്, രുക്കു കുഞ്ഞാണ്. എന്ന് വെച്ചാൽ ഒരു കിലോയുടെ അടുപ്പിച്ച് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ പിള്ളേരുടെ കാര്യത്തിൽ റെഡ് ആയാലും ബ്ലാക്ക് ആയാലും മെയിലിന് ഒരു 100 ഗ്രാം കുറവാണ് ഫീമെയിലിനെ അപേക്ഷിച്ച്. ഹായ്, ഹലോ. അപ്പൊ നമ്മുടെ പിള്ളേരുടെ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന്മാരിപ്പോ ഒരു 30-32 ദിവസം പ്രായമുണ്ട്. അപ്പൊ ഇവർക്ക് ഡിവേമിങ് 15 ഡേയ്സിൽ ഞാൻ ആദ്യമേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഡിവേമിങ് 15 ഡേയ്സ് കഴിഞ്ഞ് അടുത്തതായിട്ട് 15 ദിവസം ഗ്യാപ്പിൽ 3 മന്ത്സ് വരെ ഡിവേമിങ് കൊടുക്കണം. അതുപോലെ തന്നെ വാക്സിനേഷൻ. ഇവർക്ക് പ്രധാനമായിട്ടും പകർന്നു കിട്ടുന്ന 2 അസുഖങ്ങളാണ്. കനൈൻ പാർവോ വൈറസിന്റെ ഉണ്ടാക്കുന്ന പാർവോ വൈറൽ ഇൻഫെക്ഷനും കനൈൻ ഡിസ്റ്റംബർ എന്ന് പറയുന്ന ഒരു അസുഖവും. അപ്പൊ ഈ 2 ഇൻഫെക്ഷൻസും കുഞ്ഞിലെ തന്നെ ഇവർക്ക് കിട്ടാൻ വളരെ അധികം ചാൻസുകളുള്ളതാണ്. കാരണം എയറോസോൾ വഴിയാണ് ട്രാൻസ്മിഷൻ വരുന്നത്. 35 ഡേയ്സിൽ നമുക്ക് പപ്പി ഡി പി എന്ന് പറഞ്ഞൊരു വാക്സിൻ ഉണ്ട്, നൊബി വാക് എന്ന് പറഞ്ഞ കമ്പനി ഇറക്കുന്നത്. ആ വാക്സിനാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. അതിനുശേഷം പിന്നെ വരുന്നത് കമ്പൈൻഡ് ആയിട്ട് മൾട്ടി കമ്പോണന്റ് വാക്സിൻ, ലെപ്റ്റോസ്പൈറ, അഡിനോ വൈറസ്, ഇതിനൊക്കെ ഉള്ളത് ഒരു 45 ഡേയ്സിന് ശേഷം എടുത്താലും മതി.